ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. ഞാനുണ്ടല്ലോ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് വേണ്ടത് 2 ടീസ്പൂണോളം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുണ്ടല്ലോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അടിപൊളിയാണ്. പൊറാട്ടൻ്റെയിലേറെ ടേസ്റ്റ് തന്നെ കഴിക്കുക. എന്നാലോ പൊറാട്ടേൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ ആണ് കേട്ടോ ഏറെക്കുറെ. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമല്ല, എന്നാൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം. ഇനിയിപ്പോൾ ദാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ കേട്ടോ. ഒരുപാട് പ്രാവശ്യം നിന്നിട്ട് കുഴക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുഴച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ 5-10 മിനിറ്റോ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ, പൊറാട്ടയിലോട്ടുള്ള. അപ്പോൾ ദാ ഞാൻ ഇത് കൗണ്ടർ ടോപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ബൗൾസും ഒരുപോലെ ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഉരുളാക്കിയിട്ട് വെക്കുക കേട്ടോ. പൊറാട്ടക്കൊക്കെ ചെയ്യൂലേ അതുപോലെ തന്നെ കുറച്ച് വലിയ ഉരുളാക്കിയിട്ട് തന്നെ ഉരുട്ടി വെക്കുക. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് കുറച്ച് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്ന് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കൂലേ അതുപോലെ തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കുക. കാരണം ഇതിലേക്ക് നല്ല ചൂടുവെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തുക കേട്ടോ. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. മൈദപ്പൊടിയും നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുത്തതല്ലേ. ഇനിയിപ്പോൾ ദാ ഇത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെന്തായാലും ചെയ്യണം, എന്നാലാണ് നല്ല ലെയറായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും കേട്ടോ. പൊറാട്ട ഒന്നും കടയിൽ നിന്ന് വാങ്ങിയേയില്ല. പൊറാട്ടേൻ്റെയിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ചുരുട്ടി എടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഒരുപാട് പണിയെല്ലാം ഉണ്ടെന്ന്. ഇല്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ദാ ഇതേപോലെ തന്നെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ ഇവിടെയും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തത് മൈദ വെച്ചിട്ടല്ലേ, ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അതും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നീട് ഈ ഒരു മൈദമാവ് വെച്ചിട്ട് തന്നെ അധികം ആൾക്കാർക്കും പൊറോട്ട മൈദ വെച്ചിട്ടുള്ളതല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ മൈദമാവ് വെച്ചിട്ട് കാണിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ ദാ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ ദാ ഇതൊന്നും മാറ്റി വെക്കുക. ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ പിന്നീട് പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ പൊറാട്ടയൊക്കെ ചെയ്യൂലേ, ഇത് പൊറാട്ടയുടെ അത്ര പണിയൊന്നുമില്ല. പൊറാട്ട നന്നായിട്ട് വീശി അടിക്കണം, ഒരുപാട് ടൈം കുഴക്കണം, എന്നിട്ട് അത് ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് എല്ലാം 10 മിനിറ്റോ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാതും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2-3 ചെയ്യുന്ന വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ തന്നെ എല്ലാതും അങ്ങനെ റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ബട്ടർ. അതൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നേരത്തെ ഫസ്റ്റ് ചെയ്തെടുത്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഫസ്റ്റെല്ലാം പെട്ടെന്ന് തന്നെ പരക്കും. ഇത് ഒരുപാട് നൈസായിട്ട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് റോളർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അന്നേരം തന്നെ നല്ല അടിപൊളിയാവും. പെട്ടെന്ന് തന്നെ കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ദാ ഒരു
കടായോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനോ എന്താ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ടക്കല്ലുണ്ടല്ലേ അത് ഇട്ട് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ബട്ടർ വന്നിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പുറഭാഗം കുക്കാവും, ഉൾഭാഗം കുക്കായി വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടറും മല്ലിയില ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല എന്താ പറയുക, നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ അടിപൊളി ടേസ്റ്റ് ആവും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ പൊറോട്ട ഒന്നും ഉണ്ടാക്കി എടുക്കേണ്ട പണിയില്ല, എന്നാൽ പൊറോട്ടേൻ്റെ ഇതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ 2 ഭാഗവും പിന്നീട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് തന്നെ 2 ഭാഗം ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് ഒരു കാസ്ട്രോളിലിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 2-3 എണ്ണം ആകുമ്പോൾ പൊറോട്ട എല്ലാം അടിച്ചെടുക്കൂലേ അതുപോലെ ചെയ്തെടുത്താൽ മതി. ഒന്നെന്നെ വെച്ചിട്ട് ചെയ്യേണ്ട, 2-3 എണ്ണം ചുട്ടെടുത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ 2-3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. രണ്ടോ ലെയറായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൊറോട്ട ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. അത്രയും പെട്ടെന്ന് ഒരു പൊറോട്ടയുടെ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളിത് രണ്ടാമത് പരത്തിയെടുക്കുമ്പോൾ അപ്പം തന്നെ അങ്ങനെ ചട്ടിയിലിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ട. അന്നേരം ഇതിങ്ങനെ ഒരുപാട് നേരം പരത്തിയിട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ. പരത്തിയ പാടെ ചട്ടിയിലിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ എത്ര അടിപൊളിയാണ്, എത്ര പെട്ടെന്ന് റെഡിയാക്കിയെടുത്തതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രോസ്റ്റും പാടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.